ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിലെ മത്സരങ്ങൾ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചർച്ചയായി കളിക്കാരുടെ പിന്മാറ്റം. പരിക്കു കാരണം മിക്ക ടീമുകൾക്കും താരങ്ങളെ നഷ്ടമായിട്ടുണ്ട്. അതിനിടെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെയുള്ള പിന്മാറ്റവും തുടങ്ങിയതോടെ ടീമുകൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹാരി ബ്രൂക്ക് IPL-ൽ ഇല്ലെന്ന് അറിയിച്ചതാണ് ഒടുവിലെത്തിയത്. ഈ സീസണിൽ 4 കോടി രൂപ മുടക്കിയാണ് ഡൽഹി ടീം ബ്രൂക്കിനെ കൊണ്ടുവന്നത്. മുത്തശ്ശിയുടെ മരണത്തെ തുടർന്നാണ് താൻ IPL-ൽ നിന്നും പിന്മാറിയതെന്നും മുത്തശ്ശിയാണ് തൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയതെന്നുമാണ് ബ്രൂക്ക് വ്യക്തമാക്കുന്നത്. മത്സരങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ടീമിൽ നിന്നും പിന്മാറിയ ബ്രൂക്കിനെതിരെ വിമർശനം ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഇംഗ്ലണ്ട് താരത്തിന്റെ വിശദീകരണം. അതേസമയം താരങ്ങൾ പിന്മാറുന്നതിനെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് പരാതി നൽകാനുള്ള ശ്രമത്തിലാണ് ഫ്രാഞ്ചൈസികൾ. ബ്രൂക്കിന് പുറമെ ജേസൺ റോയ്, മാർക്ക് വുഡ്, ബെൻ സ്റ്റോക്സ് എന്നിവരും IPL-ൽ നിന്നും പിന്മാറിയിരുന്നു. അപ്രതീക്ഷിതമായ മാറ്റങ്ങളിൽ പകരക്കാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടെന്നാണ് ടീമുകൾ പറയുന്നത്. ടീമിന്റെ ഘടന നോക്കിയാണ് പല ഫ്രാഞ്ചൈസികളും കളിക്കാരെ ലേലത്തിൽ വിളിച്ചെടുക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രധാന പേസ് ബോളർ മുഹമ്മദ് ഷമി പരിക്കു കാരണമാണ് പിൻവാങ്ങിയത്. പകരക്കാരനെ എടുത്തിട്ടില്ല. താരത്തിന്റെ പരിക്ക് ഇന്ത്യക്ക് തന്നെ നഷ്ടമാണ്. ജൂണിൽ നടക്കുന്ന T20 ലോകകപ്പിന് ഷമി ഇന്ത്യക്കൊപ്പം ഉണ്ടാകില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യ വേദിയായ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനായിരുന്നു അദ്ദേഹം. ഓസ്ട്രേലിയയിലെ ആഭ്യന്തര ടൂർണമെന്റായ ഷെഫീൽഡ് ഷീൽഡിൽ കളിക്കുന്നതിനാൽ തുടക്കത്തിൽ തന്നെ മാത്യു വേഡിന്റെ സേവനവും ഗുജറാത്തിന് ലഭിക്കില്ല. ഇതും ഒരു തരത്തിൽ തിരിച്ചടിയാണ്. T20 ലോകകപ്പിൽ കളിക്കേണ്ടതിനാൽ പിന്മാറുന്നുവെന്നാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ പേസ് ബോളർ മാർക്ക് വുഡ് അറിയിക്കുന്നത്. പകരം വെസ്റ്റ് ഇൻഡീസ് താരം ഷമർ ജോസഫിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പേസ് ബോളർ പ്രസിദ്ധ് കൃഷ്ണ പരിക്കു കാരണമാണ് തുടർച്ചയായ 2ാം വർഷവും IPL-ൽ ഇല്ലെന്ന് വ്യക്തമാക്കുന്നത്. രാജസ്ഥാൻ റോയൽസ് താരമാണ് കൃഷ്ണ. സഞ്ജു നയിക്കുന്ന രാജസ്ഥാന് പകരക്കാരനെ സ്വന്തം ടീമിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടി വരും. അതേസമയം ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം പരിശീലനം തുടങ്ങി. 662 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പന്ത് ഡൽഹി ടീമിൽ തിരിച്ചെത്തുന്നത്. 2022 ഡിസംബറിലുണ്ടായ കാർ അപകടത്തെ തുടർന്ന് പന്ത് ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ ഡോക്ടർമാർ IPL-ൽ കളിക്കാൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് പന്ത് ഡൽഹി ക്യാമ്പിലെത്തിയത്. ഈ മാസം 23-ന് പഞ്ചാബ് കിങ്സിനെതിരെയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ആദ്യ മത്സരം. മാർച്ച് 22-നാണ് ഈ സീസണിലെ IPL പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. ആദ്യഘട്ടത്തിലെ 21 മത്സരങ്ങളുടെ സമയക്രമമാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഉച്ചകഴിഞ്ഞ് 2:30, വൈകിട്ട് 6:30 എന്നിങ്ങനെയാണ് സമയക്രമം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ ഏറ്റുമുട്ടും. വൈകിട്ട് 6:30-ന് ചെന്നൈയുടെ തട്ടകമായ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന പോരാട്ടം.